ഹലോ സ്റ്റുഡൻസ്, +1 മാത്തമാറ്റിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്കും ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലേക്കും കൺവേർട്ട് ചെയ്യുന്ന ഫോർമുല നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർക്ക് ലെങ്ത്, റേഡിയസ്, സെൻട്രൽ ആംഗിൾ ഇവ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ മെഷർ. റേഡിയൻ മെഷർ ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി മെഷർ. ഡിഗ്രി മെഷർ ഈക്വൽ ടു 180/π ഇൻറ്റു റേഡിയൻ. ആംഗിൾ ഡിഗ്രിയിൽ തന്നാൽ ആ ഡിഗ്രിയെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഡിയനിലുള്ള മെഷർ കിട്ടും. റേഡിയനിൽ തന്നാൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്രോബ്ലം: കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷർ. ഇവിടെ ഡിഗ്രി അല്ല, മിനിറ്റിനോട് തന്നിട്ടുണ്ട്. വി നോ ദാറ്റ് 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ്. 1 degree equal to 60 minutes. Then 1 minute equal to 60. 1/60 degree. Then what is 20 minute? 20 minute equal to 1 minute 1/60 degree. 20 minute equal to 1/60 into 20 is 20/60 degree. 20/60 is 1/3 degree. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/3 ആണ് നമുക്കറിയാം. 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി ആവുക. അപ്പൊ 20 മിനിറ്റ് പറഞ്ഞാൽ 1/3 ആണ്. ഹെൻസ് 40 ഡിഗ്രി 20 മിനിറ്റ് ഈക്വൽ ടു 20 മിനിറ്റ് വരെ 1/3 ഡിഗ്രി. 40 into 1/3 equal to നമുക്കറിയാം 40 into 3 plus 1 divided by 3. This 40 into 120, 121/3 ഡിഗ്രി ആണ്. 121/3 ഡിഗ്രി ആണ് 40 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറഞ്ഞാല്. ഡിഗ്രി മെഷറിൽ തന്നാൽ അതിനെ റേഡിയൻ ആക്കാൻ എന്ത് ചെയ്താൽ മതി? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഹെൻസ് റേഡിയൻ മെഷർ ഈക്വൽ ടു 121/3 ഇൻറ്റു π/180. ഈക്വൽ ടു 121π divided by what is 180 into 3. 180 into 3 540. 18 into 3 554 ആണ്. 180 into 3 540. 3 റേഡിയൻ. ഫസ്റ്റ് മിനിറ്റിൽ തന്നുകൊണ്ട് 20 മിനിറ്റ് എത്ര ഡിഗ്രി ആണെന്ന് നോക്കുക. 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി ആകുക. അപ്പൊ 20 മിനിറ്റ് എത്രയാണ്? 1/3 ആണ്. 40 1/3 ഡിഗ്രി. 40 1/3 മീൻസ് 40 into 3 plus 1/3 121/3 ഡിഗ്രി. 121/3നെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഡിയൻ മെഷർ കിട്ടും. 180 into 3 540 ആണ്. ഹെൻസ് 40 degree 20 minute equal to 121π/540 റേഡിയൻ. നെക്സ്റ്റ് ഡിഗ്രി മെഷറിൽ തന്നത് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. നെക്സ്റ്റ് റേഡിയൻ മെഷറിൽ തരുന്നത് ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. 5π/3 റേഡിയൻ ആണ്. അതിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 180/π
ഇൻറ്റു 5 π/3 ഡിഗ്രിയാണ്. ഈക്വൽ ടു പൈ പൈ ക്യാൻസലായി 180/3 ഈക്വൽ ടു 60. 60 into 5 degree. 60 into 5 is 300 degree. 300 degree equal to 5 π/3. 5 π/3 നെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പൈയും പൈയും കട്ടാകും. 180/3 60 ആണ്. 60 into 5 300 degree. നെക്സ്റ്റ് 7 π/6 നെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ π/180 into 7 π/6. 7 π/6 നെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 180/π into 7 π/6. പൈ കട്ട് ചെയ്തു. Again 180/6. 180/6 18/6 3 ആണ്. 30 into 7. 30 into 7 equal to 210 degree. 210 degree കിട്ടും. 180/6 30 ആണ്. 30 into 7 210. റേഡിയൻ മെഷറിൽ തന്നാൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിന്റെ ഡിഗ്രി മെഷർ കിട്ടും. അപ്പൊ ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും കൺവേർഷൻ ക്ലിയർ ആയിട്ട് പഠിക്കുക. 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിഗ്രി മെഷർ കിട്ടും. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഡിയൻ മെഷർ കിട്ടുമെന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റിലേഷൻ കണക്ടിങ് റേഡിയൻ ആൻഡ് ഡിഗ്രി മെഷർ. നെക്സ്റ്റ് റിലേഷൻ കണക്ടിങ് arc length, radius and central angle. Consider a circle. Center, radius r, arc of length L. Subtend an angle theta at the center. Theta is central angle. Radius of the circle r, arc in the length L. L r theta relate ചെയ്യുന്ന ഫോർമുല. തീറ്റ റേഡിയനിലായിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. തീറ്റ റേഡിയനിലായിരിക്കണം. ഫോർമുല L ഈക്വൽ ടു r തീറ്റ. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. L ഈക്വൽ ടു r തീറ്റ. തീറ്റ റേഡിയനിലാണ്. നെക്സ്റ്റ് ഇതിൽ ഏതെങ്കിലും 2 മെഷേഴ്സ് തന്നാൽ തേർഡ് വൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ r ഈക്വൽ ടു ഇൻ വിച്ച് എ സെൻട്രൽ ആംഗിൾ ഓഫ് 60 ഡിഗ്രി തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. ഡിഗ്രിയിലല്ല റേഡിയനിലാണ് നമുക്ക് മെഷർ വേണ്ടത്. ഡിഗ്രിയിൽ തന്നത് റേഡിയനിലാക്കണമെങ്കിൽ π/180 into 60 റേഡിയൻ. ഫസ്റ്റ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രിയിൽ തന്ന ഒരു മെഷറിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 60 180 60 കട്ട് ചെയ്താൽ 18 6 6 18 3 times. Hence π/3 radian. Theta equal to π/3 radian. Arc of length 37.4 centimeter. Find radius. We know that L equal to r theta. Radius find out ചെയ്യണം. Hence r equal to L/theta equal to 37.4 divided by theta. π/3. Pi divided by 3 into 3 ആവും. Pi we know pi equal to 22/7.
37.4 into 3 divided by 22 by 7 is into 7. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. 37.4 into 3 into 7 divided by 22. ഫുൾ കാൽക്കുലേഷൻ ചെയ്യുക. ഫുൾ കാൽക്കുലേഷൻ കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 35.7 സെന്റിമീറ്റർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച്. മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച്. മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1 centimeter long. Then what is 1.5 centimeter? Is radius. Radius equal to 1.5 centimeter. How far does this tip move in 40 minutes? Tip move in 40 minutes. അപ്പോൾ ടിപ്പ് മൂവ് ചെയ്യുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 40 മിനിറ്റ് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും അല്ലെ? അപ്പൊ ഇത്രയും ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ഈ ടിപ്പിന്റെ ലെങ്ത് മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ലെങ്ത് 1.5 സെന്റിമീറ്റർ മീൻസ് റേഡിയസ് ഈക്വൽ ടു 1.5 സെന്റിമീറ്റർ. ദെൻ ഈ ടിപ്പ് മൂവ് ചെയ്യുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്. L ഫൈൻഡ് ഔട്ട് ചെയ്യണം. സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. 40 മിനിറ്റ് ആകുമ്പോഴുള്ള സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ കംപ്ലീറ്റ് 1 റെവല്യൂഷൻ. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് 1 എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് ആവും? 60 മിനിറ്റ്. 60 മിനിറ്റ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാ? 360 ഡിഗ്രി. ഒരു സർക്കിളിന്റെ കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാല് 60 മിനിറ്റ് ഈക്വൽ ടു 360 ഡിഗ്രി. ദെൻ 1 മിനിറ്റ് ഈക്വൽ ടു 1 മിനിറ്റ് ഈക്വൽ ടു 1/60 into 360 ഡിഗ്രി. ദാറ്റ് മീൻസ് 360 ഡിവൈഡ് ബൈ 60 എത്രയാ? 6 ഡിഗ്രി. 6 ഡിഗ്രിയാണ് 1 മിനിറ്റ് വരുന്നത്. ദെൻ 40 മിനിറ്റ് ഈക്വൽ ടു 40 into 6 ഡിഗ്രി. 40 into 6 is 240 ഡിഗ്രി. 240 ഡിഗ്രിയാണ് 40 മിനിറ്റിന് നമുക്ക് എത്ര കിട്ടുന്നത്? തീറ്റ കിട്ടുന്നത്. തീറ്റ ഈക്വൽ ടു 240 ഡിഗ്രി. പക്ഷെ തീറ്റ എന്തിനാണ് വേണ്ടത്? റേഡിയനിലാണ് വേണ്ടത്. ഹെൻസ് 240 into pi by 180 radian equal to 240 into pi by 180 radian means 4/3 pi radian. Hence theta equal to 4 pi by 3. Find out L. L equal to formula r theta equal to what is r? 1.5 into theta. Theta is 4 pi by 3. 4 pi by 3. We use pi equal to 3.14 pi by 3 centimeter equal to 1.5 into 4 into 3.14 divided by 3. 1.5 ഉം 3 ഉം 1.5 3 2 times. 2 4 2 times. 2 into 3.14 is 6.28 centimeter answer കിട്ടും. The tip move 6.2 centimeter length. ഒരു വാച്ചിന്റെ മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ R ആണ്. R ഈക്വൽ ടു 1.5 സെന്റിമീറ്റർ ഗിവൺ. ടിപ്പ് മൂവ് ചെയ്യുന്ന ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ആർക്കിന്റെ ലെങ്ത് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. തീറ്റ മീൻസ് 40 മിനിറ്റില് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ ആണ് തീറ്റ വരിക. കംപ്ലീറ്റ് 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാല്
60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. അതിൽ നിന്ന് 1 മിനിറ്റ് എത്രയാണ്? 360/60 6 ഡിഗ്രിയാണ് കിട്ടുക. 1 മിനിറ്റ് 6 ഡിഗ്രിയാണ്. അപ്പൊ 40 മിനിറ്റ് 40 × 6 240 ഡിഗ്രിയാണ് കിട്ടുക. 240 ഡിഗ്രിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക. π/180 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടും. സെൻട്രൽ ആംഗിൾ L = r തീറ്റയിൽ r 1.5 ആണ്, തീറ്റ 4π/3. രണ്ട് ആൻസറും കിട്ടി. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 6.28 സെന്റിമീറ്റർ ഈ ആർക്കിന്റെ ലെങ്ത് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ആർക്സ് ഓഫ് സെയിം ലെങ്ത് ഇൻ 2 സർക്കിൾ. ആർക്കിന്റെ ലെങ്ത് സെയിം ആണ്. ദാറ്റ് മീൻസ് ഇൻ 2 സർക്കിൾ. ഫസ്റ്റ് സർക്കിളിന്റെ ആ ആർക്ക് ലെങ്തിനെ L1 എന്ന് ഡിനോട്ട് ചെയ്യുക. സെക്കൻഡ് സർക്കിളിന്റെ ആർക്കിൽ ഉണ്ടാകുന്ന ലെങ്തിനെ L2 എന്ന് ഡിനോട്ട് ചെയ്യുക. Then given L1 = L2. Certain angles 65 degree and 110 degree is θ1 = 65 degree, θ2 = 110 degree. At the center, find ratio of the radii. Then what is L1? L1 = r1 θ1. L2 = r2 θ2. L1 = L2. Hence r1 θ1 = r2 θ2. Substitute r1 divided by r2 equal to θ2 divided by θ1. θ2 is 110 degree. അതിനെ നമുക്ക് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഫോർമുലയിൽ റേഡിയൻ മെഷർ യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ 110 into π/180 divided by 65. 65 into π/180. π/180 കട്ട് ചെയ്യും. 110 divided by 65 ആൻസർ കിട്ടും. 110 divided by 65 equal to 5 കട്ട് ചെയ്താൽ 22 divided by 13. 22 divided by 13 r1/r2 ആൻസർ കിട്ടും. Hence ratio r1 is to r2 equal to 22 is to 30. Same arc length L1 = L2. That means r1 θ1 = r2 θ2. θ1 ഉം θ2 ഉം 110 ഉം 65 ആണ്. അത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്താലും π/180 കട്ട് ചെയ്ത് പോകും. 110 divided by 65 ആൻസർ കിട്ടും. 110/65 5 കട്ട് ചെയ്താൽ 22/13. Hence ratio equal to 22 is to 30. ട്രിഗണോമെട്രി 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്നാണ് നമ്മൾ പഠിച്ചത്. കൺസിഡർ എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ABC. Angle C, let it be theta. Then ഈ ട്രയാംഗിളിന്റെ AC ഹൈപ്പോട്ടനസ് ആണ്. റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെയാണ് ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. Trigonometric ratios are sin theta, cos theta, tan theta, cosec theta, sec theta, cot theta. Trigonometric ratios, ratio of the sides of this triangle ABC ആണ്. Sin theta
എന്താണ് പഠിച്ചത്? സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ആംഗിൾ സി ദാറ്റ് ഈസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? എ ബി ആണ്. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. That is opposite side AB by AC. Cos theta എന്താണ്? Adjacent side by hypotenuse. Adjacent side by hypotenuse. What is adjacent side? അടുത്തുള്ള സൈഡ് ഏതാണ്? BC ആണ്. BC by AC. Next, tan theta. Tan theta opposite side by adjacent side. C ക്ക് ഇത് opposite side, ഇത് adjacent side. Opposite side by adjacent side equal to AB by BC. കൊസീക്കും സീക്കും കോട്ടും സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും റെസിപ്രോക്കൽ ആണ്. ഇത് മൂന്നിന്റെയും റെസിപ്രോക്കൽ എന്താ? കൊസീക് തീറ്റ സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ എന്താണ് വരിക? ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു AC by AB. സീക്ക് തീറ്റ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്. ഹെൻസ് ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഈക്വൽ ടു AC ഡിവൈഡഡ് ബൈ BC. ലാസ്റ്റ് കോട്ട് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ അഡ്ജസന്റ് സൈഡ് by opposite side equal to BC by AB. ട്രിഗണോമെട്രിക് റേഷ്യോസ് സൈഡ്സിന്റെ റേഷ്യോ ആണെന്ന് പറയാൻ കാരണം ഇതാണ്. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, tan theta opposite side by adjacent side, cosec sin theta ന്റെ റെസിപ്രോക്കൽ, sec cos theta ന്റെ റെസിപ്രോക്കൽ, cot tan theta ന്റെ റെസിപ്രോക്കൽ. ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? tan theta ന് in terms of sin theta cos theta എഴുതാം. sin theta divided by cos theta. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? ഹൈപ്പോട്ടനസും കട്ട് ചെയ്ത് opposite side by adjacent, that is tan theta. Hence tan theta equal to sin theta divided by cos theta. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് പഠിച്ചതാണ്. tan theta equal to sin theta by cos theta. കൊസീക്കും സീക്കും കോട്ടും നമ്മൾ എങ്ങനെയാ ഡിഫൈൻ ചെയ്തത്? ഇതിന്റെ റെസിപ്രോക്കൽ ആയിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടും cosec theta equal to 1 by sin theta. Sec theta equal to 1 by cos theta. Cot theta equal to 1 by tan theta. ഈ 4 റിസൾട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചതാണ്. tan theta sin theta by cos theta, cosec theta 1 by sin theta, sec theta 1 by cos theta, cot theta 1 by tan theta ആണ്. നെക്സ്റ്റ് നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് പഠിച്ചതാണ്. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. Sin square theta plus cos square theta equal to 1. From this, we can write sin square theta equal to
കോസ് സ്ക്വയർ തീറ്റനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോയാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. Then what is cos square theta? Cos square theta equal to 1 minus sin square theta. ഈ 3 ഐഡന്റിറ്റീസ് ഒരു ഗ്രൂപ്പിലായിട്ട് പഠിക്കാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1, സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. നെക്സ്റ്റ് ടാനിനും സീക്കിലും ഇതേ രീതിയിൽ 3 ഐഡന്റിറ്റീസ് ഉണ്ട്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. From this we can derive 2 identities. 1 equal to എന്താ 1 സീക്ക് സ്ക്വയർ തീറ്റ, ടാൻ സ്ക്വയർ തീറ്റ ആർ എച്ച് എസിലേക്ക് പോയാൽ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. Then സീക്ക് സ്ക്വയർ തീറ്റ 1 ആർ എച്ച് എസിലേക്ക് പോയാൽ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ. ഈ 3 ഐഡന്റിറ്റീസ് അടുത്ത ഗ്രൂപ്പായിട്ട് പഠിക്കാം. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ, സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ. ഇതേ രീതിയിൽ ടാനിലും സീക്കിലും ഉള്ള മാതിരി കൊസീക്കിലും കോട്ടിലും 3 ഐഡന്റിറ്റീസ് ഉണ്ട്. 1 പ്ലസ് cot square theta equal to cosec square theta. From this, cosec square theta minus cot square theta equal to 1. Cosec square theta minus 1 equal to cot square theta. ഈ 9 ഐഡന്റിറ്റീസ് നമ്മൾ പഠിച്ചതാണ് 10ാം ക്ലാസ്സിൽ. സൈനിലും കോസിലും ഉള്ള 3 ഐഡന്റിറ്റീസ്, ടാനിലും സീക്കിലും ഉള്ള 3 ഐഡന്റിറ്റീസ്, കോട്ടിലും കൊസീക്കിലും ഉള്ള 3 ഐഡന്റിറ്റീസ്.